be a people of this nation. നിങ്ങൾക്കറിയാം 10 വർഷമായിട്ട് ഈ രാജ്യം ഭരിച്ച ഗവൺമെന്റിന്റെ ഈ ഗവൺമെന്റിന്റെ ഈ 10 വർഷത്തെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നതിൽ മാത്രമാണ്. It has focused on making prime ministers few extremely rich monopolist businessmen even richer, giving them all the resources of this nation, whether it is ports, airports, roads, coal, and many full sectors of industry, including the subsidiaries of PSUs. And instead, it has ignored the masses of this country. ഈ ഗവൺമെന്റ് എന്താണെന്ന് ചെയ്യുന്നത് അറിയുമോ? പ്രധാനമന്ത്രിയുടെ അതിസമ്പന്നരായ സുഹൃത്തുക്കളായ വ്യവസായികൾക്ക് ഈ രാജ്യത്തെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും റോഡുകളും എല്ലാ പദ്ധതികളും നൽകി ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ അവരുടെ കയ്യിൽ കൊടുക്കുകയും അതേസമയം ഈ രാജ്യത്തെ വലിയ വിഭാഗം വരുന്ന ജനങ്ങൾ ബുദ്ധിമുട്ട് തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 10 വർഷമായി നടക്കുന്നത്. He has attacked the opposition, attacked opposition leaders, put chief ministers in jail. He has raided police agencies, put corruption cases against everyone who has stood up against him. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അദ്ദേഹം പ്രതിപക്ഷത്തെ ആക്രമിക്കുകയാണ്, പ്രതിപക്ഷത്തെ നേതാക്കളെ ജയിലിലിടുകയാണ്, ഏജൻസികളെ അവർ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്, രാജ്യത്തെ മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിടുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. He has bullied the judiciary and he has brought the media down on its knees by making it owned by his own big businessman friends so that the media's independence has been lost. ഈ രാജ്യത്തെ സ്ഥിരമായ വ്യവസ്ഥ ജുഡീഷ്യൽ അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ അദ്ദേഹം മുട്ടുകാലം നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഈ മാധ്യമങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ വ്യവസായികൾക്ക് അതിന്റെ മാധ്യമങ്ങളുടെ മുഴുവൻ ഉടമസ്ഥാവകാശം അദ്ദേഹം നൽകിയിരിക്കുകയാണ്. I have come here to talk to you today because you are my sisters and brothers who have voted for my brother. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ സഹോദരൻ രാഹുലിന് വേണ്ടി വോട്ട് ചെയ്ത എന്റെ സഹോദരന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും. In him you have recognized all that is honest, all that is true, and all that is right in Indian politics today. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എന്റെ സഹോദരൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണോ സത്യസന്ധമായിട്ടുള്ളത്, എന്താണോ സത്യമായിട്ടുള്ളത്, എന്താണോ ശരിയായിട്ടുള്ളത്, ധാർമ്മികമായിട്ടുള്ളത്, അതെല്ലാം എന്റെ സഹോദരൻ രാഹുൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. He has walked 4,000 kilometers from Kanyakumari to Kashmir and traveled another 4,000 kilometers from Guwahati to Mumbai to meet you, understand what your issues are, and to fight for democracy and to remind you that this country is united as one. We are one family. We are all sisters and brothers, sons and daughters of this great land called India. അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ 4000 കിലോമീറ്റർ നടന്നു. ഗുജറാത്തിൽ നിന്ന് ബോംബെ വരെ അടുത്ത 4000 കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ചു. ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ. അത് മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളോട് ഒരുമിച്ച് നിന്ന് പറയാം, നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഇന്ത്യ എന്ന് പറയുന്ന വലിയ കുടുംബത്തിലെ മക്കളാണ്, മകളാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാനാണ് അദ്ദേഹം ഈ രാജ്യം മുഴുവൻ സഞ്ചരിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.